ഹലോ മച്ചാൻ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു പോളോയുടെ യൂസർ റിവ്യൂ ആണ്. ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ ഒരു മൈലേജിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ യൂസർ റിവ്യൂവും കാര്യങ്ങളൊക്കെ വേണമെന്ന്. അപ്പോൾ അതിൻ്റെ യൂസറായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ശ്രീജേഷ് എന്നാണ് പേര്. അപ്പോൾ ആ വണ്ടിയുടെ ഓണർ തന്നെയാണ്. നേരെ നമുക്ക് എന്തായാലും ലെങ്ത് ഒന്നും ആക്കുന്നില്ല, നേരെ നമുക്ക് എന്തായാലും വീഡിയോസിലേക്ക് തന്നെ പോകാം. ഞാൻ കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കും. അപ്പോൾ അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാകുക. ഓക്കെ, നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ശ്രീജേഷ്, നിങ്ങൾ എത്ര വർഷമായിട്ട് ഈ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഇതിപ്പം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷവും 5 മാസമായി. 2.5 വർഷത്തോളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടി ഏതാ മോഡൽ ഏതാണെന്നും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് പോളോയുടെ 1 ലിറ്റർ MPI എഞ്ചിനാണ്. MPI എഞ്ചിൻ. അതുപോലെ തന്നെ കംഫർട്ട് ലൈൻ എന്ന് പറയുന്ന മിഡിൽ ഓപ്ഷനിൽ എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലിമിറ്റഡ് എഡിഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കപ്പ് എഡിഷൻ ആണ് ഇത്. ആ ഒരു വേർഷനാണ്. 2019 മോഡൽ വണ്ടിയാണ്. 19 മോഡൽ, അതായത് TSI മിഡിൽ ഓപ്ഷനിൽ വരുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു വണ്ടിയാണ്. ഓക്കെ, പിന്നെ ഈ പോളോ അല്ലാതെ ഇതിനു മുമ്പ് വേറെയും വണ്ടികളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? മാരുതിയുടെ വണ്ടികൾ യൂസ് ചെയ്തിട്ടുണ്ട്, ടാറ്റയുടെ സഫാരി യൂസ് ചെയ്തിട്ടുണ്ട്, സ്കോർപിയോ യൂസ് ചെയ്തിട്ടുണ്ട്, ലാൻസർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് സ്വന്തമായിട്ട് ഓൺ ചെയ്ത വണ്ടികളാണ്? ഓൺ ചെയ്ത വണ്ടിയാണ്. ലാൻസർ 1.5 പെട്രോൾ എഞ്ചിൻ യൂസ് ചെയ്തതാണ്. അതുപോലെ മാരുതിയുടെ കുറെ വെഹിക്കിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പോളോ എടുക്കാൻ ഉണ്ടായിരുന്ന ഒരു കാരണം പറയാം? ഇപ്പം ബാക്കി എല്ലാ ബ്രാൻഡുകളും ഉപയോഗിച്ചെന്ന് പറഞ്ഞു, ഇപ്പൊ അവസാനത്തെ വണ്ടിയാണ് ഈ പോളോ. ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ബ്രാൻഡാണ്. അപ്പൊ നമ്മളൊരു അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ ബ്രാൻഡിങ്ങിലേക്ക് നോക്കും. ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ Volkswagen നമുക്ക് ഓഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സേഫ് ആണ്. അപ്പോൾ ഇപ്പൊ മൈലേജിന്റെ കാര്യത്തിന് പറയുകയാണെങ്കിൽ മൈലേജ് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഈ വണ്ടി എടുത്തിരിക്കുന്നത്. അതായത് സേഫ്റ്റി എന്ന് പറയാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാനൊരു മേജർ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. അതായത് പോളോന്ന് തന്നെ വലിയൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു, മേജർ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ള ഒരു സേഫ്റ്റി വേറെ ഏത് വണ്ടിക്കും ആ ഒരു ഇമ്പാക്ട് ഫേസ് ചെയ്യാൻ പറ്റും തോന്നില്ല. അങ്ങനെയാണ് Volkswagenലേക്ക് ഒരു പുതിയൊരു വണ്ടി എടുക്കുന്ന സമയത്ത് Volkswagenലേക്ക് മാറാന്നുള്ള കണ്ടീഷനിലാണ് പോളോ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ 1 ലിറ്ററിൽ MPI ഉണ്ട്. ആ ടൈമിൽ എനിക്കൊന്ന് TSI ഉണ്ടായിരുന്നു. അപ്പോൾ TSI ഇറങ്ങുന്നതിന് മുമ്പായതുകൊണ്ടാണ് എടുത്തത്? TSI ആ സമയത്ത് GT മാത്രമേ ഉണ്ടായിരുന്നു, മാനുവൽ ഉണ്ടായിരുന്നില്ല. പുതിയ ഫേസ് ലിഫ്റ്റിംഗ് ഒക്കെ വന്ന സമയത്ത് തന്നെ വണ്ടി എടുത്തിരുന്നത്. ഇപ്പോഴത്തെ ഗ്രില്ലില്ലേ, ഹണികോം ഗ്രില്ല് വരുന്നതിന് മുന്നേ ഉള്ള ഗ്രില്ല് ഫേസ് ലിഫ്റ്റ് വരുന്നത്, ആ 2 മോഡൽ ആ സമയത്ത് അവൈലബിൾ ആയിരുന്നു. പക്ഷെ TSI എഞ്ചിൻ ഉണ്ടായിരുന്നില്ല, MPI എഞ്ചിൻ തന്നെ ഉണ്ടായിരുന്നു. 1 ലിറ്ററിൽ GT മാത്രമേ ഓട്ടോമാറ്റിക്കിന്. ഇപ്പൊ എനിക്ക് തോന്നുന്നു, അതായത് പോളോ ലാസ്റ്റ് നിർത്തുന്ന ടൈമിലൊക്കെ കംഫർട്ട് ലൈനിലുണ്ടായിരുന്നു TSI, അതുപോലെ തന്നെ ഹൈ ലൈനിലും പിന്നെ GT. ഇത് 3 TSI ടർബോ എഞ്ചിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ മൈലേജിന്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ചാനലിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മാക്സിമം, അതായത് ഇപ്പോൾ ലോങ് ടേം ആയിട്ട് കിട്ടിയിട്ടുള്ള മൈലേജ് എത്ര വരുന്നത്? ലോങ് ടേം ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം വണ്ടി എടുത്തത് മുതൽ ടിൽ ടൈം വരെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് വിത്ത് AC തന്നെയാണ് യൂസ് ചെയ്യുക വണ്ടി, വിത്തൗട്ട് AC യൂസ് ചെയ്യാറില്ല. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊരു 17 മുതൽ 19-20 ഡെയിലി യൂസ് ആണ് വണ്ടി. ഇപ്പൊ 2.5 വർഷം കൊണ്ട് ഏകദേശം ഒരു 30,000 കിലോമീറ്റർ കവർ ആയിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ 30,000 കിലോമീറ്റർ, 29,000 സംതിങ് കവർ ആയിട്ടുണ്ട്. ഏറ്റവും ഹൈ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഹൈ മൈലേജ് എന്ന് പറയുമ്പോൾ ഞാൻ അറൌണ്ട് ഒരു 450 കിലോമീറ്റർ സഞ്ചരിച്ച സമയത്താണ് എനിക്ക് 20+ വന്നിരുന്നത്. 24-25 ആവറേജിലേക്ക് വന്ന്. അതിൻ്റെ അകത്ത് തന്നെ ഇൻസ്റ്റന്റ് ഫ്യൂൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ആവറേജ് മൈലേജും കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് വെച്ചാൽ 30.5 വരെ കിട്ടിയിട്ടുണ്ട്. 30.5 വരെ മൈലേജ്. അത് ഫുൾ ടൈം അത് തന്നെ കിട്ടണമെന്നില്ല. ആ ഒരു ഡ്രൈവിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു ട്രിപ്പിന് കിട്ടിയതും ടോട്ടൽ ഒരു 5 ട്രിപ്സിന്റെ ആവറേജ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ 24 കിലോമീറ്റർ വരെ റീഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പല വീഡിയോസിലും പറയാനുണ്ട്, പോളോയുടെ മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്, അതായത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഡ്രൈവും കാര്യങ്ങളൊക്കെ നോർമലാണ്, പിന്നെ നിങ്ങൾ ഓടിക്കുന്ന കണ്ടീഷൻ കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജും കാര്യങ്ങളൊക്കെ അറൗണ്ട് ഒരു 70-80 ആ റേഞ്ചിൽ തന്നെ കിട്ടും. പിന്നെ പലരും കംപ്ലൈൻറ്റ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓടിക്കുന്ന ഡിപ്പെൻഡ് ആയിരിക്കും, അവർ കൊടുക്കുന്ന ആക്സിലറേഷനും കാര്യങ്ങളും പിന്നെ അവർ ഓടിക്കുന്ന കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. മൈലേജിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മൈലേജ് ഏറ്റവും കുറവ് കിട്ടിയ സിനാരിയോ എത്രയായിരിക്കും? അതായത് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും കുറവ് എന്ന് പറയുന്ന സമയത്ത് 8 കിലോമീറ്റർ വരെ പെർ ലിറ്റർ കിട്ടിയിട്ടുണ്ട്. അതിന്റെ സിനാരിയോ എന്തായിരിക്കും? അത് ആ ടൈമിൽ നിങ്ങൾ ചിലപ്പോൾ നല്ല നമ്മള് കിലോമീറ്റർ കിട്ടിയെന്ന് വെച്ചാൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കിട്ടിയതാണ്. അത് ഒരു കാരണവശാലും എനിക്കത് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഹൈ സ്പീഡ് ഉള്ള ഡ്രൈവ് പ്ലസ് ടൗണിൽ കൂടുതൽ എൻഗേജ് ആയ സമയത്ത് മാത്രം കിട്ടിയതാണ്.
അത് ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് എപ്പോഴും അത് തന്നെയല്ല കിട്ടുന്നത്. നോർമൽ കേസിന് അധികം ആൾക്കാർക്കും കിട്ടുന്നത് 13-14 ആണെങ്കിലും വെച്ചാൽ അവരെ സ്പീഡൊക്കെ എന്ന് വെച്ചാൽ 80+ ഒക്കെ മിക്കവാറും അധിക സമയങ്ങളിലും കാണും. എൻ്റെ വണ്ടി ഇപ്പോൾ എന്ന് വെച്ചാൽ 80+ കയറുന്നില്ല. ഏറ്റവും ടോപ്പ് സ്പീഡ് കയറിയിരിക്കുന്നത് 150 വരെയൊക്കെയാണ്. കോയമ്പത്തൂർ ഹൈവേയില് അവിടെ ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും സ്പീഡ് കയറുന്നത്. തേർഡ് ഗിയറിൽ ഈ MPFIന്റെ വേറൊരു ഇതെന്ന് വെച്ചാൽ തേർഡ് ഗിയറിൽ തന്നെ അറൗണ്ട് 120 ടച്ച് ചെയ്യാം. സെക്കൻഡ് ഗിയറിൽ 80 കിലോമീറ്റർ വരെ ടച്ച് ചെയ്യാം. ആ ഒരു കണ്ടീഷനിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈലേജ് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റില്ല. അതായത് ഞാൻ പറഞ്ഞിരുന്ന വെച്ചാൽ മൈലേജിന്റെ കാര്യം എടുക്കുമ്പോൾ പലർക്കും പല അഭിപ്രായമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അവസാന വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഈ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ മൈലേജിന്റെ കറക്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ലോങ് ടേം നോക്കുമ്പോൾ ചിലപ്പോൾ അതിലും കുറവെല്ലാം പോകും എന്തായാലും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളോയുടെ സർവീസിനെ കുറിച്ച് എന്താ പറയാനുള്ള പലരുടെയും നെഗറ്റീവ് എന്ന് പറയുന്നത് പഴയ കാലങ്ങളിലാണെങ്കിൽ കുറച്ച് കൂടുതലാണ് പറയാം. പ്രീമിയം വെഹിക്കിളാണ്. അത് അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ തന്നെയാണ്. മറ്റുള്ള കമ്പനിയായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ കൂടുതൽ തന്നെയാണ്. പ്രീമിയം പ്രോഡക്റ്റ് നമ്മൾ ആ പ്രീമിയം പ്രൈസ് എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളത്. കമ്പാരിറ്റീവ്ലി നമുക്കിപ്പോൾ ഒരു 75,000 കിലോമീറ്റർ റൺ ചെയ്യുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് 5 സർവീസ് മാത്രമേ വരുന്നുള്ളൂ. അതേസമയം മറ്റുള്ള പ്രോഡക്റ്റ് എല്ലാം ആകുമ്പോൾ എന്ന് വെച്ചാൽ 10,000 കൂടുമ്പോഴൊക്കെ സർവീസ് വരുന്നുണ്ട്. 5,000 ആവറേജ് വരുമ്പോൾ ചെക്കപ്പിന് കയറണം. അങ്ങനെ വെച്ചിട്ട് ഇത് ക്ലബ് ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ വെച്ചാൽ ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ പോളോയിൽ ഏറ്റവും നെഗറ്റീവ് ആയിട്ട് അതായത് വണ്ടിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും വരുന്നില്ല. അപ്പോൾ എനിക്കും പേഴ്സണലായിട്ടും കുറെ അഭിപ്രായമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആസ് എ യൂസർ ആയിട്ട് നിങ്ങൾക്ക് ഈ വണ്ടിയിൽ എന്താണ് ഏറ്റവും നെഗറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും എന്തോ മൈനസ് ആയിട്ട് അല്ലെങ്കിൽ കുറവായിട്ട് തോന്നിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്? കുറവായിട്ട് തോന്നിയിരിക്കുന്ന 2 കാര്യങ്ങൾ. കുറവല്ല, ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് ഇപ്പം ഞാനിപ്പോൾ ഈ 1 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്, ഇതിന് മുന്നേ ഞാൻ വണ്ടികൾ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓൺ വെഹിക്കിളായിട്ട് ഫസ്റ്റ് ടൈമാണ് പോളോ എടുക്കുന്നത്. അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ്സ് എന്ന് വെച്ചാൽ ഒന്ന് ABSന്റെ സെൻസർ കൂടെ അത് പിന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇപ്പൊ ഈ വണ്ടിയുടെ 2 പ്രാവശ്യം ഇതായതാണ്, ഡാമേജ് ആയതാണ്. 2 തവണ അല്ല, 2 വർഷത്തിലല്ല. ഒരു ABS പോയിട്ട് ഒരു 1 മന്തിനുള്ളിൽ അടുത്തൊരു ABSും കൂടെ പോയി. അത് രണ്ടും കൂടെ മാറിയതിന് ശേഷം പിന്നെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. അല്ല, അവര് പറഞ്ഞിട്ട് ഞാൻ ഏകദേശം ഒരു 10 days കഴിഞ്ഞിട്ടൊക്കെ അതുവരെ ഓടുന്നുണ്ട് വണ്ടി. അപ്പൊ എന്താണെന്നറിയില്ല, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്. ടെക്നിക്കൽ പാർട്ടിലേക്ക് എന്തായാലും പോകുന്നില്ല. ഓക്കെ, പിന്നെ ABSന്റെ ഇഷ്യൂ അല്ലാതെ പിന്നെ എനിക്ക് പേഴ്സണലായിട്ടൊന്ന് പോളോയുടെ റിയർ സ്പേസിന്റെ കാര്യത്തിൽ, അപ്പൊ നിങ്ങൾ പേഴ്സണലി യൂസ് ചെയ്യുമ്പോൾ റിയർ സ്പേസ് എത്രമാത്രം കുറവാന്ന് തോന്നിയിട്ടുണ്ട്? റിയർ സ്പേസ് കുറവ് തന്നെയാണ്. കമ്പാരിറ്റീവ്ലി മറ്റുള്ള വെഹിക്കിളുമായിട്ട് നോക്കുകയാണെങ്കിൽ റിയർ സ്പേസ് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്ന്, ഈ വണ്ടി പർച്ചേസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഒന്ന് സേഫ്റ്റിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. രണ്ടാമത്തെന്ന് വെച്ചാൽ ഡ്രൈവേഴ്സിന്റെ കാറാണ്. ഇതിൽ ഓടിയിരിക്കുന്ന കിലോമീറ്ററിന്റെ ഒരു 95% ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു കംഫർട്ട്, അതുപോലെ തന്നെ ഡ്രൈവ് ഫീൽ ചെയ്യുന്നത്, അതായത് എല്ലാം ലോങ് ഡ്രൈവ് ആണ്. ലോങ് ഡ്രൈവിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഡ്രൈവർക്കാണ് കോൺഫിഡൻസ് കൂടുതൽ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വെഹിക്കിളായിട്ട് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ഒരുവിധം വെഹിക്കിളെല്ലാം യൂസ് ചെയ്താണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പോളോ തന്നെയാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അപ്പൊ റിയർ സ്പേസ് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ സ്മോൾ ഫാമിലിയാണ്, 2 ചെറിയ മക്കളാണ്, ഒരു വൈഫുണ്ട്. അപ്പൊ 4 പേർക്ക് ബെസ്റ്റ് ആണ്. പിന്നെ കുറച്ച് ഫാറ്റ് ആയിട്ടുള്ളവരിലാണെങ്കിൽ കുറച്ച് ഇത് ചെയ്യേണ്ടി വരും, റിയറിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് എനിക്ക് പേഴ്സണലി ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ അതർവൈസ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും നമ്മൾ തന്നെ കോംപ്രമൈസ് ചെയ്താൽ നല്ലൊരു പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ. അല്ലാതെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഒന്ന് ഹെഡ് ലൈറ്റിൻ്റെതാണ് പറയാനുള്ളത്. ഹെഡ് ലൈറ്റിന്റെ വിസിബിലിറ്റി ഡിം ആണെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു ലെങ്ത്തിലേക്കൊന്നും നമുക്ക് കിട്ടുന്നില്ല. ബ്രൈറ്റ് ആണെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാനും പറ്റില്ല. ഓപ്പോസിറ്റ് വെഹിക്കിൾസ് വരുന്ന സമയത്ത് ഡിം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇതിന്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വിസിബിലിറ്റി ക്ലിയർ അല്ല ശരിക്കും പറഞ്ഞു. ഡിമ്മിന് മാത്രമാണ് ഇഷ്യൂസ് വരുന്നത്. ഡിമ്മിന്റെ ഹെഡ്ലൈറ്റിന്റെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹൈ ബീമിനും ലോ ബീമിൽ മാത്രമാണ് ഇഷ്യൂസ് വരുന്നത്. അതായത് ഷോർട്ട് അങ്ങനെയല്ല. നമ്മളിപ്പം എന്ത് നെഗറ്റീവ്സ് പറയുന്നുണ്ടെങ്കിൽ വേറൊരു പ്രോഡക്റ്റുമായിട്ടൊക്കെ വേണം കമ്പാരിസൺ ചെയ്യാൻ. ഇതിന്റെ വിസിബിലിറ്റി കുറവ് തന്നെ, നൈറ്റ് വിസിബിലിറ്റി. പക്ഷെ കുഴപ്പമുണ്ടെന്നല്ല, വേറൊരു പ്രോഡക്റ്റിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ, യൂസ് ചെയ്ത വെഹിക്കിൾസിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ആ ഒരു ഫീല് കിട്ടിയിട്ടില്ല. ബാക്കിയുള്ളവരുടെ കാര്യം പറയാൻ പറ്റില്ല. എൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെയാണ്. ഹൈ ബീമിലൊക്കെയാണ് പ്രശ്നമല്ല. പക്ഷേങ്കിൽ ചെറിയ റോഡിലേക്കൂടി ഓപ്പോസിറ്റ് വെഹിക്കിൾ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഹൈ ബീം യൂസ് ചെയ്യാൻ പറ്റില്ല, ഡിം ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പം റെയിനി സീസണിലാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ABS എന്ന് പറയുന്നത് പോളോ യൂസ് ചെയ്യുന്ന ഒരുവിധം
എല്ലാവർക്കും അറിയുന്ന കാര്യം മാത്രമായിരിക്കും തോന്നുന്നു, കാരണം എനിക്ക് മാത്രമുള്ളതല്ല. ഓക്കെ ഓക്കെ. ABS ആണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് എടുത്തു പറയാനുള്ളത്. ബാക്കി അങ്ങനെ നോക്കുകയാണെങ്കിൽ വേറെ മെക്കാനിക്കൽ ഞാനിപ്പോ ഇത്രയും വർഷമായിട്ട് ഇത്രയും കൊല്ലം ഓടിയിട്ട് ഞാൻ ഇതിന്റെ അകത്ത് ഒന്നും ചെയ്തിട്ടില്ല. അതെ, ആകെ വൈപ്പർ അങ്ങാണ്ട് മാറ്റിയതേ ഉള്ളൂ. വൈപ്പർ ബ്ലേഡ് മാറ്റിയതാണ് 2 വർഷത്തിലടക്ക്. അതിപ്പോ ഇയർലി മാറ്റണം എന്നാണ് അവർ പറയുന്നത്. അല്ലെ 6 months അങ്ങാണ്ട് അതിന്റെ വാലിഡിറ്റി ഉള്ളൂ. പക്ഷേ ഞാനിപ്പോ 2 years അത് യൂസ് ചെയ്ത് ഇപ്പോഴും മാറ്റിയത് കുറച്ച് കാലമായിട്ടുള്ളൂ മാറിയത്. പിന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് എന്താ പോളോയിൽ പറയാനുള്ളത്? എന്തുകൊണ്ട് പോളോ? അതായത് ഇപ്പോ ആ ടൈമിൽ പറയുന്നത് പോളോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അതിന്റെ ഡ്രൈവ് തന്നെ, വേറൊന്നും പറയാനില്ല. പിന്നെ അതെ, ഡ്രൈവ് അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഡ്രൈവ് ആഗ്രഹിക്കുന്ന ആൾ ഒരു ചെറിയൊരു ഹാച്ച് ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ ഒരു പ്രൈസ് റേഞ്ച് ഓക്കെയാണ്. ഇപ്പോഴത്തെ പ്രൈസിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിന്റെ വെഹിക്കിൾസും ഈ പ്രൈസിങ് തന്നെ വരുന്നത്. ഏറ്റവും ബാഡ് ന്യൂസ് എന്ന് വെച്ചാൽ ഈ ടൈമിലാണ് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്. അത് ഏറ്റവും പീക്ക് ടൈമാണ് എന്ന് പറയുന്നത്. 12 വർഷമായിട്ട് ഒരേ മോഡലാണ്. പക്ഷെ എനിക്കൊന്നും ഇപ്പോഴും ഡിമാൻഡിന് ഇടിവും കാര്യങ്ങളോ വന്നിട്ടില്ല 12 വർഷമായിട്ടും. അപ്പോൾ അതിൻ്റെ തന്നെ കുറേ ആൾക്കാർ ഇപ്പോഴും പോളോനെ അന്വേഷിച്ചിട്ട് പോളോ തിരിച്ചു വരണം, അവർക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ വരുമായിരിക്കും പോളോ. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. പിന്നെ നമുക്ക് പറയാനുള്ള എന്താ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് എന്ന് പറയുമ്പോൾ MPFI എഞ്ചിനും അതുപോലെ തന്നെ TSI എഞ്ചിനും തമ്മിൽ വണ്ടിയുടെ പെർഫോമൻസിൽ ഉള്ള മാറ്റം എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു മാറ്റവും ഇല്ല. അതേ ഫീലാണ്, അതേ സ്റ്റെബിലിറ്റി ആണ്, നല്ല കോൺഫിഡൻസ് ആണ്. വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലായ കാര്യമായിരിക്കും. ഒരു ഓവർ കോൺഫിഡൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല കോൺഫിഡൻസിൽ എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും, അതായത് ബോഡി ടയേർഡ് ആവാതെ ഓടാൻ പറ്റും. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ 700 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ 21 hours കൊണ്ട് കവർ ചെയ്തതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയ ഫീൽ എന്താണെന്ന് വെച്ചാൽ ബോഡി ടയേർഡൊന്നും ആയിട്ടില്ല. യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബോഡി പെട്ടെന്ന് ടയേർഡാവും. അതുപോലെയുള്ള കണ്ടീഷൻസിൽ ഇപ്പോൾ ഹൈവേസിലല്ല UV മെയിനായിട്ട് യൂസ് ചെയ്യാം. അതിനൊക്കെ കമ്പാരിസൺ ചെയ്യുമ്പോൾ വെച്ചാൽ ഇപ്പം പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും യൂസർ റിവ്യൂ ആയിട്ട് ജസ്റ്റ് കൊണ്ടുവരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അധികം വീഡിയോ ലെങ്ത് ആക്കുന്നില്ല, കാരണം പലരും യൂസർ റിവ്യൂ തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നാണ് ഒരു അവസരം കിട്ടിയത് ചെയ്യാനായിട്ട്. ഈ ചാനലിൽ അധികം എല്ലാവർക്കും അറിയാം പോളോയുടെ വീഡിയോസ് തന്നെയാണ് കൂടുതൽ ഇടുന്നത്. ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷവും ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന പോളോ തന്നെ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ള കാര്യമാണ്. എന്ന് പറയുമ്പോൾ ലെജൻഡ് തന്നെയാണ് ലാസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത് സത്യമാണ്. ഇതിപ്പോ പോളോ യൂസർ ആയതുകൊണ്ട് അഭിമാനം കൊള്ളുന്നു എന്ന് പറയാ വേണേ. പിന്നെ ഇപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, വേറെ ഏതൊരു വണ്ടിയാണ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന? എനിക്കൊന്നും ഇതിനെ ഇപ്പം ഫീച്ചേഴ്സിൽ ഓഡ് ചെയ്തിട്ട് നോക്കുന്നതാണെങ്കിൽ ഞാനിപ്പോ കംഫർട്ട് ലൈനാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് കൂടുതൽ ഫീച്ചർ ഒന്നും ഇല്ല, നോർമൽ സ്റ്റീരിയോ ഉള്ളത്. കാരണം എന്ന് വെച്ചാല് ഞാൻ കൂടുതൽ ഫീച്ചറിനെ ഉദ്ദേശിച്ചിട്ടല്ല വണ്ടി എടുക്കുന്നത്. റോഡിലാണ് നമ്മൾ കൂടുതൽ സമയമുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇന്നത്തെ കണ്ടീഷനിൽ സേഫ്റ്റി ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് സേഫ്റ്റിയാണ്. പിന്നെ ഡ്രൈവിങ്ങിന്റെ ഒരു മികവ് അത് നമ്മുടെ റോഡ് കണ്ടീഷൻസ് എല്ലാം വെച്ചിട്ട് എന്ന് വെച്ചാൽ വണ്ടിയുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന പോലെ സേഫ്റ്റിയും മെയിൻ ഘടകമാണ്. സേഫ്റ്റി നോക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും മിക്കവാറും Volkswagen യൂസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സിലൂടെ ആണെങ്കിൽ ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട്. ആ ഒരു 10 lakhsനെല്ലാം ഇഷ്ടം പോലെ നല്ല i20 ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല വണ്ടിയാണ്. പക്ഷെ ഇതുമായിട്ട് കമ്പാരിസൺ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ വേറൊരു ഓപ്ഷൻ കൊടുക്കാനുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഓടിക്കാനുള്ളതാണ്, എല്ലാ വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു ഡ്രൈവ് ഫീൽ വേറൊരു വണ്ടി തരും എന്നുള്ള കാര്യത്തിൽ തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് സ്വിഫ്റ്റ് ഒക്കെയാണ്. ആ സ്വിഫ്റ്റ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് 2015 മോഡലാണ് സ്വിഫ്റ്റ് ZXi വരുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ആ സമയത്ത് പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് ഒന്നുമില്ല. ഇതിന്റെ അകത്ത് ഡ്രൈവ് പക്ഷെ എന്നെ സംബന്ധിച്ച് എല്ലാം ലോങ് ഡ്രൈവ്സ് ആണ്, ഇന്റർസ്റ്റേറ്റ് ഒക്കെ പോകുന്നതാണ് കൂടുതൽ. അങ്ങനെ പോകുന്ന സമയത്ത് വെച്ചാല് നമുക്ക് നൈറ്റ് ഡ്രൈവിനെല്ലാം കുറച്ചും കൂടെ ഇപ്പൊ സ്വിഫ്റ്റുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിയും ഹെഡ് ലാമ്പിൻ്റെ അത് സ്വിഫ്റ്റിന് ഉണ്ട്, പോസിറ്റീവാണ് അത് സ്വിഫ്റ്റിൻ്റെ. പക്ഷെ എനിക്കെന്തോ ഡ്രൈവ് ചെയ്തതിന്റെ മുകളിൽ ഞാനിപ്പോൾ ആ വണ്ടി യൂസ് ചെയ്യുന്നില്ല. നെഗറ്റീവ് പറയുന്നില്ല, ആർക്ക് വേണമെങ്കിൽ ഇതാക്കാൻ. എൻ്റെ കയ്യിൽ വണ്ടിയുള്ളത് ഞാൻ വേണമെങ്കിൽ ആ ഫോട്ടോസ് ഞാൻ അയച്ചു, പ്രശ്നമൊന്നുമില്ല. യൂസ് ചെയ്യുന്ന വണ്ടി തന്നെയാണ്. 7 വർഷമായി ഇപ്പോൾ. ഓക്കെ, അത്രയും ലെങ്ത് ഒന്നും ആക്കുന്നില്ല വീഡിയോസ്. അപ്പോൾ ഇവരെ ജസ്റ്റ് കിട്ടിയപ്പോൾ ഷോർട്ടായിട്ട് ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ
ചോദിക്കുമ്പോൾ ഞാൻ ആ ഫസ്റ്റ് ടൈമാണ് ഒരാളെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും. അപ്പോൾ എന്തായാലും കമൻ്റ് ആയിട്ട് അറിയിക്കാം. എന്തായാലും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോസ് കാണാം. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. ജസ്റ്റ് ഓക്കെ.